ഹലോ, എക്സ്ക്യൂസ് മീ. അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകേണ്ടി വന്നുകൊണ്ട് ഞാൻ ബസ്സിനാണ് പോയത്. സാധാരണ ഒരു ശകട സ്കൂട്ടറുകൾ ഉണ്ടാവാറുണ്ട്. ആ സ്കൂട്ടറിന് ഇപ്രാവശ്യം പോയില്ല. കുറച്ച് ദൂരം പോകാനുണ്ട്. വെറുതെ വണ്ടി ഓടിച്ച് ബോളടിച്ചിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ബസ്സിന് പോകാമെന്ന് ഓർത്ത് ബസ്സിന് കയറി. അപ്പം ഞാൻ കയറുന്ന ഫ്രണ്ട് ഡോർ കൂടെയാണേ. അപ്പോൾ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ കൂടെ ഞാൻ കയറി കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ട് പിടിക്കാൻ സ്ഥലമൊന്നും കിട്ടുന്നില്ല. ബാഗും ഉണ്ട്. അപ്പം ഞാൻ അടുത്തിരിക്കുന്ന ഒരു കുട്ടിയോട് ബാഗ് ഒന്ന് പിടിക്കാവോ ദേശപ്പോഴേക്ക് ആ കൊച്ചു പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബാഗ് ഊരി ആ കൊച്ചിന് കൊടുത്ത്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിക്കാൻ സ്ഥലമൊന്നുമില്ല. എനിക്കൊരു 6-6.5 അടി പൊക്കമുള്ളത് കൊണ്ട് മുകളിലത്തെ കമ്പി ഞാൻ ചാടി പിടിച്ചാലേ എനിക്കത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം അതിന് ഞാൻ മുതിർന്നില്ല. ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു കമ്പി പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആ കമ്പിയിൽ പിടിക്കാനായിട്ട് അവിടെ ഒരു 3 ആൻറ്റിമാരിങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ ഇച്ചിരി ഒബീസാണ്, കുറച്ച് തടിയുള്ള ആൻറ്റിമാരായതുകൊണ്ട് എനിക്ക് ആ കമ്പി കാണാൻ പറ്റുന്നില്ല. എങ്കിലും വീടുണ്ടല്ലോ, വീണ് നാണം കടമ്പല്ലോ എന്ന് ഓർത്ത് ഞാൻ ഈ ആൻറ്റിമാരുടെ ഇടയിൽ കൂടി ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ 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 ആ കമ്പി ഞാൻ തപ്പുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കമ്പി കിട്ടിയില്ല. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, സീറ്റുകളുടെ ബാക്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ പിടിച്ച് നിൽക്കാമെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ പിടിക്കാൻ നോക്കിയപ്പോഴേക്കും ഡ്രൈവർ ഈ ആൻറ്റിമാരുടെ ഇടയിൽ കൂടെ എന്നെ ഇങ്ങനെ എത്തി നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പം ഈ ആൻറ്റിമാർ 3 പേരും കൂടി എന്നെ ഇങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പം അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, നമ്മുടെ വല്ലുപ്പ പൊളിറ്റീഷ്യനൊക്കെ ആണല്ലോ, കുറച്ച് ഫേമസ് ആയത് കൊണ്ട് ആ വാപ്പാനെ പരിചയമുള്ളത് കൊണ്ട് എന്നെ നോക്കി ചിരിക്കുന്നതായിരിക്കും എന്ന് ഓർത്തിട്ട് ഞാനും എല്ലാവരും ഓക്കെ ഓക്കെ ഞാൻ തന്നെ ഓക്കെ ഹായ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും നോക്കി ഞാനും അങ്ങോട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഡ്രൈവറെ നോക്കി ചിരിക്കുന്നുണ്ട്, എല്ലാവരും നോക്കി ചിരിക്കും. ഞാനും എല്ലാവരും നോക്കി ചിരിച്ച്. നമ്മൾ അഹങ്കാരം കാണിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്ത് ഞാനും ചിരിച്ച്. ഒരു സ്റ്റോപ്പ് അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്റ്റോപ്പല്ല, 2 സ്റ്റോപ്പ് കഴിഞ്ഞു. 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേക്കും തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞ് അത്യാവശ്യം എല്ലാവരും ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയപ്പോഴേക്കും ഞാൻ സീറ്റ് കിട്ടുന്നുണ്ടോ വീട്ടിൽ തിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം സീറ്റ് വന്നപ്പോഴേക്കും ഞാൻ ഓടിപ്പോയൊരു സീറ്റിൽ പോയിരുന്നു. സീറ്റിൽ പോയിരുന്ന് ഞാനിങ്ങനെ ആഴ്ചയൊക്കെ കാണുന്ന വഴിക്ക് ആൾക്കാരെ കുഴിഞ്ഞപ്പോഴാണ് ബസ്സൊക്കെ മര്യാദയ്ക്ക് കാണുന്നത്. അപ്പം ഞാനിങ്ങനെ ബസ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കി ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിലേക്ക് നോക്കിയപ്പോഴേക്കേ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിൽ അങ്ങനെ ഒരു കമ്പിയില്ല. അത് കണ്ടത് ഞാൻ പറഞ്ഞു. പിന്നെ അങ്ങോട്ട് നോക്കാതെ ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നപ്പോഴേക്കും ബാലൻസ് തരാനുണ്ടായിരുന്ന കണ്ടക്ടർ ഒന്നെന്നെ തോണ്ടി. അപ്പോൾ തോണ്ടിയപ്പോഴേക്കും ഞാൻ എന്താ ഏട്ടാ വെച്ചപ്പോഴേക്കും പറഞ്ഞേ ബാലൻസ് ഇങ്ങനെ നീട്ടിയിട്ട് പറഞ്ഞു, സാരമില്ല ചമ്മണ്ട, അതൊരു ക്ഷീണിച്ച ചേച്ചി വന്ന് ചാരി ഇരുന്ന കമ്പി താഴെ പോയെന്ന്. അത് കേട്ടതും ആ ബസ്സിലുള്ള അത്യാവശ്യം 3/4 പേര്, ഞാൻ ആരൊക്കെ ചിരിച്ചു നോക്കിയില്ല, കാരണം നാണകത്തിരിക്കുവാണല്ലോ. ഞാൻ അതുകൊണ്ട് ആരൊക്കെ ചിരിച്ചു നോക്കിയില്ല. എല്ലാവരും കൂടെ പൊട്ടിച്ചിരിക്കുന്ന ഒരു സൗണ്ട് മാത്രം ഞാൻ കേട്ടു. ഞാനിങ്ങനെ പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. കാരണം മുകളിലത്തെ കമ്പി പിടിക്കാതിരുന്നതിൻ്റെ കാരണം തന്നെ എത്തുന്നില്ല എന്ന് കാണുമ്പോൾ ആൾക്കാർ ചിരിച്ചാലോ എന്ന് കരുതിയിട്ടാണ്. പക്ഷേ അതിനേക്കാൾ വലിയൊരു കോമഡി ആയിപ്പോയി. കാരണം ആൻറ്റിമാരുടെ ഇടയിൽ കൂടെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചപ്പം ഡ്രൈവറൊക്കെ എന്ത് വിചാരിച്ചു കാണുമല്ലേ, അവിടെ അങ്ങനെ ഒരു കമ്പി ഇല്ല. സത്യം പറയാനും ഞാൻ വിയർക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്, ആരൊക്കെയോ ചിരിക്കുന്നുണ്ട്. ചിരിക്കുന്ന സൗണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ വിയർക്കുന്നുണ്ട്. ഒന്ന് തലകറങ്ങി വീണിരുന്നെങ്കിൽ എന്ന് ഞാനൊന്ന് കൊതിച്ചു. പക്ഷെ കറങ്ങിയില്ല. ഞാൻ മര്യാദക്കൊന്നും കേൾക്കാത്ത പോലെ ഞാൻ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നത്. ബാലൻസിന് വേണ്ടി നീട്ടി ചേട്ടന് ഞാൻ ബാലൻസ് വേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റോപ്പ് എപ്പോൾ എത്തും എന്നൊന്നും എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ സ്റ്റോപ്പ് എത്തുമ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നേ. ഞാൻ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഭയങ്കര ബിസി ആയിട്ട് എന്തോ ചെയ്യുന്ന പോലെയൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് അഭിനയിച്ച് ഒരു വിധത്തിൽ സ്റ്റോപ്പ് എത്തിച്ചെടുത്ത്. എവിടെ പോയാൽ ഇത് തന്നെ അവസ്ഥ.